നിങ്ങൾ ഇന്ന് മറികടക്കുന്ന ഓരോ വേദനയും നാളെ നിങ്ങൾക്ക് വേണ്ട കരുത്ത് നൽകും. നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഓരോ വെല്ലുവിളിയിലും വരാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നതാണ്. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും നിരാശരാകും. ചെറിയ ഒരു തെറ്റ് ഉണ്ടാവുമ്പോഴേക്കും ബന്ധം അവസാനിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹബന്ധം. 100 തെറ്റുകൾ ഉണ്ടായാലും ക്ഷമിച്ച് മനസ്സിലാക്കി കൊടുത്ത് ബന്ധങ്ങൾക്ക് കെട്ടുറപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് യഥാർത്ഥ സ്നേഹം ഉള്ളവർ. അത്ര വലിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയൊന്നും കാത്തിരിക്കേണ്ടെന്നേ. മുറ്റത്ത് ഒരു പൂ വിരിഞ്ഞാൽ, വഴിയിൽ ഒരാൾ നോക്കി പുഞ്ചിരിച്ചാൽ, ബസ്സിൽ ഒരു സൈഡ് സീറ്റ് കിട്ടിയാൽ, ഓർക്കാപ്പുറത്തൊരു മഴ പെയ്താൽ, ഇഷ്ടപ്പെട്ട പാട്ടൊന്ന് കേട്ടാൽ, അതൊക്കെ മതിയെന്നേ ദിവസം ഇങ്ങനെ കളർഫുള്ളായിരിക്കാൻ. സ്വയം സ്നേഹിക്കാൻ പഠിക്കണം. ആർക്കു വേണ്ടിയെങ്കിലും നമുക്ക് നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. സെൽഫ് ലവ് ഈസ് മോർ ഇമ്പോർട്ടൻസ് എനിത്തിങ്. കോഴികൾ തൻ്റെ കുഞ്ഞിനെ നഷ്ടമായെങ്കിൽ കഴുകനത് തൻ്റെ കുഞ്ഞിനൊരു ഭക്ഷണമായിരുന്നു. രോഗിയുടെ കുടുംബം കരഞ്ഞാലേ ഡോക്ടറുടെ കുടുംബത്തിന് സന്തോഷിക്കാനാകൂ. ഈ ലോകത്ത് ഒരാൾ സന്തോഷിക്കുന്നതിന് പിന്നിൽ മറ്റൊരാൾ സങ്കടപ്പെടുന്നു എന്ന യാഥാർത്ഥ്യവുമുണ്ട്. ജീവിതത്തോട് സ്നേഹമില്ലാണ്ടായി പോകുമ്പോൾ ജീവിതം നിറയെ കയ്പ് രസമാണ് എന്ന് തോന്നിത്തുടങ്ങുമ്പോൾ വെറുതെ മധുരം നിറഞ്ഞ ഓർമ്മകളെ ഒന്ന് നുണഞ്ഞു നോക്കണം. ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെ, അവരുമായി ഒന്നിച്ചു പങ്കിട്ട കാലത്തെ, അവർ വാങ്ങിത്തന്ന ആഹാരത്തെ, കോർത്തുപിടിച്ച കൈകളെ, നടന്നു നീങ്ങിയ വഴികളെ, ചേർത്തുപിടിച്ച സ്നേഹത്തെ ഒക്കെ ഓർക്കണം. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് നമ്മളെ ചേർത്തു നിർത്തിയ അവർ നാളെ നമ്മളെ മാറ്റി നിർത്തിയേക്കാം. അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നമ്മുടെ സ്ഥാനത്തിനും മാറ്റം വരാം. 40കളുടെ ഏറ്റവും വലിയ തിരിച്ചറിവ് അനാവശ്യമായ കാര്യങ്ങൾക്ക് ഇനി സമയമില്ല എന്നുള്ള തിരിച്ചറിവാണ്. വെറും വാക്കിന് ഇനി സമയമില്ല. തെറ്റായി ധരിക്കാനും തെറ്റായി ധരിച്ചവരെ തിരുത്താനും മറ്റുള്ളവരെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇനി വെറുതെ കളയാൻ നിങ്ങൾക്ക് സമയമില്ല. ഇനി കുറച്ച് നിങ്ങൾക്കായി ജീവിക്കാനുള്ള സമയമാണ്. ത്യാഗം മാത്രമാണ് നിയമം എന്നുള്ള സമൂഹത്തിൻ്റെ കള്ളം മനസ്സിലാക്കി നിങ്ങൾക്കായി ചെയ്തു തീർക്കാനുള്ളത് വേഗം നിങ്ങൾ ചെയ്തു തീർക്കുക. ആയുസ് കൂടിക്കിട്ടുക എന്നതിനർത്ഥം വാർദ്ധക്യം നീട്ടിക്കിട്ടുക മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക. കുറച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ഹൃദയം വഴങ്ങിയാലും നിങ്ങളുടെ കാൽമുട്ടുകൾ വഴങ്ങണമെന്നില്ല. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക, അല്ലാതെ അവരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളിലല്ല. നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും നിങ്ങളുടെ ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും കൈവിടരുത്. കാരണം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരിക്കും. ഒറ്റക്കാകുമ്പോൾ അടഞ്ഞ മുറിയിലെ ചുവരുകളെ നോക്കി കരയരുത്. നാടു മുഴുവൻ സർക്കിട്ട് പോണം. വഴിയിൽ കാണുന്നതിനെയൊക്കെ കണ്ണു തുറന്ന് കാണണം, കേൾക്കണം. പരിചയമില്ലാത്തവരെ നോക്കി ചിരിക്കണം. തിരികെ കിട്ടുന്ന ചിരികൾ ഓരോന്നും പോക്കറ്റിലിട്ടു വെക്കണം. യാത്രയിൽ കിട്ടുന്ന സൗഹൃദങ്ങളോട് പറയണം, നമ്പർ ചിത്രങ്ങളോ ശേഷിപ്പുകളോ സൂക്ഷിക്കരുത്. ചിലപ്പോൾ വീണ്ടും കണ്ടുമുട്ടിയേക്കാം. വീണ്ടും കാണുമ്പോൾ ഓർക്കുന്നതെങ്കിൽ പിന്നെയും പലവട്ടം കാണും. ട്രെയിനിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും ആരെയും മനസ്സിന്ന് ഇറക്കി വിടണം. ആർക്കും അവിടെ തീരെഴുതി കൊടുക്കരുത്. ആരുടെയും ഇടങ്ങളിലേക്ക് അനുവാദമില്ലാതെ ഇടിച്ചു കയറരുത്. അലയുക എങ്ങനെ ഒരാളിലേക്ക് ആവാഹിച്ച ലോകത്തെ കെട്ടഴിച്ചു വിടുക. അതൊരു അപ്പൂപ്പൻ താടി പോലെ പറന്നങ്ങ് പൊയ്ക്കോളും. അപ്പോൾ ഒരിക്കലും ആരും ഒറ്റക്കാകില്ല. നമുക്ക് ചുറ്റും ഒരുപാട് പേർ ഉണ്ടാകും. മൗനം ഒരു ഭാഷയാണ്.
ചിലപ്പോഴൊക്കെ അതിനർത്ഥം ദേഷ്യം എന്നാണ്, ചിലപ്പോൾ സ്നേഹം എന്നും. ചില മൗനങ്ങൾ മടുത്തു എന്ന ഏറ്റുപറച്ചിലാണ്. ഇടയ്ക്കൊക്കെ മൗനമെന്നാൽ നീ തന്നെ മിണ്ടിത്തുടങ്ങണമെന്ന വാശിയാണ്. മൗനത്തിന് ഇങ്ങനെ 1000 അർത്ഥങ്ങളാണ്. മനസ്സറിയുന്നവർക്ക് എളുപ്പം വായിച്ചെടുക്കാൻ കഴിയുന്ന ലിപിയില്ലാത്ത ഭാഷയാണ് മൗനം എന്നുള്ളത്. എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മറ്റൊരാൾക്ക് വേണ്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും കാലിടറിയ പാദങ്ങൾക്കും ഉരുകിത്തീരുന്ന മനസ്സിനും ഇനിയൊരു വിശ്രമം നൽകുക. ഇനി ഒരിക്കലും ഒരാൾക്കും കീഴ്പ്പെടാത്ത രീതിയിൽ പുനർജനിക്കുക. അതിനെ നിങ്ങൾക്ക് സാധിക്കും. ഒരിക്കൽ തുഴഞ്ഞ തോണി മറിഞ്ഞാൽ വീണ്ടും മറിയാതെ തുഴയാൻ നിങ്ങൾ പഠിച്ചിരിക്കും. വേദനിപ്പിക്കണം എന്ന് കരുതി ആരോടും ഇന്നേവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ചില സംസാരം കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകും. അത് അവരോടുള്ള വിശ്വാസം കൊണ്ടാണ്. നമ്മുടെ വാക്കുകളെയും അങ്ങനെ പറയാനുണ്ടായ സാഹചര്യത്തെയും മനസ്സിലാക്കുമെന്നുള്ള വിശ്വാസം. അത് മനസ്സിലാകാത്തവർക്ക് മുന്നിൽ വാദിക്കാൻ പോകരുത്. വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി, നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ സ്വയം അടിയറവ് പറയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് ശക്തി. ജീവിതമാണ്, ആര് പോയാലും വന്നാലും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എന്നാൽ ചിലര് പോകുമ്പോൾ, ചിലരെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതു കാലം വിസമ്മതിച്ച് മനസ്സ് പിണങ്ങി മാറി നിൽക്കും. കൈവെള്ളയിൽ നിന്ന് വൈദ്യുതി എന്നെറിയുമ്പോൾ നഷ്ടബോധത്തിൻ്റെ തീവ്രതയേറുന്നത് നഷ്ടബോധങ്ങളുടെ ആകെത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതം സ്വന്തമായി നഷ്ടബോധമില്ലാത്തവർ ജീവിച്ചിട്ടില്ലാത്തവന് തുല്യമാണ്. പറ്റിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും പറ്റിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യരില്ലേ? പഴയതൊക്കെ മറന്ന് ഇനിയും പറ്റിക്കപ്പെടില്ല എന്ന് വിശ്വസിച്ച് മനുഷ്യർ ഒരുപാട് ആഴത്തിൽ വേദനിപ്പിച്ചിട്ടും അതിനേക്കാൾ ആഴത്തിൽ സ്നേഹിച്ച മനുഷ്യർ അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും ജയിച്ചെന്ന് കരുതരുത്. അങ്ങനെയുള്ള തോന്നലുകൾ പോലും ആ മനുഷ്യരുടെ ദക്ഷിണയാണ്. സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന സ്ത്രീകൾ കൂടുതൽ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചിലർ അങ്ങനെയാണ്. അടുത്തുള്ള വിളക്കിനെ ഊതിക്കെടുത്തും എന്നിട്ട് ഇരുട്ടത്തിരുന്ന് ഒറ്റക്കായെന്ന് സ്വയം കുറ്റപ്പെടുത്തും. വീണ്ടും വെളിച്ചത്തെ തേടിക്കൊണ്ടിരിക്കും. തന്നെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ സ്നേഹം ഊതിക്കെടുത്തി കിട്ടാത്ത സ്നേഹത്തെ തേടിപ്പോകുന്ന ചില മനുഷ്യരെപ്പോലെ. ഒരാളോടുള്ള സ്നേഹം അവസാനിക്കുന്നിടത്ത് നിന്ന് അയാളെ തന്നെ വീണ്ടും സ്നേഹിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു കുറ്റബോധവും വേണ്ട. കാരണം നിങ്ങളുടെ സ്നേഹം സത്യമുള്ളതായിരുന്നു. ഒരിക്കൽ സത്യസന്ധമായ സ്നേഹം നിങ്ങളെ തേടിയെത്തും. ഒരിടത്തും നമ്മൾ അവഗണിക്കപ്പെടുമ്പോൾ തീർച്ചയായും നമ്മൾ പരിഗണിക്കപ്പെടും. ഒരു വാതിൽ നമുക്ക് മുമ്പിൽ അടയ്ക്കുമ്പോൾ പകരം അതിനേക്കാൾ നല്ലത് തുറക്കപ്പെടും. ചിലർ എഴുതാൻ തുനിഞ്ഞ് ഇറങ്ങുമ്പോൾ മറുവശത്ത് നമ്മെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ, യഥാർത്ഥ ആത്മാർത്ഥത കാണിച്ചിട്ടും തോറ്റുപോയെങ്കിൽ ഒരു നാൾ നമ്മൾ അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ചിലരാൽ അപമാനിക്കപ്പെടുമ്പോൾ മറ്റു ചിലരിലൂടെ നമ്മൾ അഭിമാനമായി മാറും. കാരണം ഇതെല്ലാം കണ്ടു നിൽക്കാൻ ദൈവം എന്നൊരു ശക്തി കൂടിയുണ്ട്. മജ്നു ഒരിക്കലും സുന്ദരനായിരുന്നില്ല. ലൈല അതീവ സുന്ദരിയുമായിരുന്നു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ജനങ്ങൾ ലൈലയോട് ചോദിച്ചു, ഇത്രയ്ക്ക് സുന്ദരിയായ നിനക്കെന്തുകൊണ്ട് ഒരു സുന്ദരനെ പ്രേമിച്ചുകൂടാ? ലൈല പറഞ്ഞു, സൗന്ദര്യം കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ കണ്ണിലൂടെ നോക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരുടെ സങ്കടം മറ്റൊരാളോട് പറയേണ്ടി വരുന്നത് നിങ്ങളുടെ പരാജയം മൂലമാണ്. ചില്ലകൾക്ക് ഇലകളോട് മിണ്ടാൻ സമയമില്ലാതാകുമ്പോഴാണ്
എവിടെയോ നിന്ന് വന്ന കാറ്റിനോട് ഇലകൾ സങ്കടം പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.